ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയെന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും എക്സ്ക്യൂസ് അല്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവം. അപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖും മറ്റു ഭാരവാഹികളും മീറ്റിംഗ് വിളിച്ചു ചേർന്ന് റിപ്പോർട്ടിനോട് അമ്മയുടെ പ്രതികരണം എന്താണെന്ന് അറിയിച്ചിരുന്നു. സിദ്ദിഖിൻ്റെ സമ്മേളനം കഴിഞ്ഞു. അമ്മയുടെ വൈസ് പ്രസിഡന്റ് നടൻ ജഗദീഷും പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ വൈറൽ ആകുകയായിരുന്നു. ജഗദീഷിൻ്റെ പ്രതികരണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒരേപോലെ കയ്യടി കിട്ടി. സിദ്ദിഖിന് വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇവർ രണ്ടുപേരും അമ്മയുടെ പ്രതിനിധികളാണ്. അങ്ങനെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ നിലപാടാണ് വരേണ്ടത്. ഒരു സംഘടനയുടെ പൊതു നിലപാട് ആണ് ഇവർ പറയുന്നത്. എന്നിട്ടും ജഗദീഷിന് കയ്യടിയും സിദ്ദിഖിന് വിമർശനവും കിട്ടിയതിന് കാരണം അവർ ഈ വിഷയം കൈകാര്യം ചെയ്ത് സംസാരിച്ച രീതി കൊണ്ടാണ്. സിദ്ദിഖിൻ്റെ പല നിലപാടുകളെയും പൊളിച്ചടക്കുന്ന രീതിയിലാണ് ജഗദീഷ് സംസാരിച്ചത്. ഇവരുടെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾക്ക് കുറച്ച് കേട്ടു നോക്കാം. അതിനുശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയെന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20-ാം തീയതി 21-ാം തീയതിയും ഞങ്ങളുടെ അതിന്റെ ഷോ ആയിരുന്നു. 21-ാം തീയതി ഇന്നലെ രാത്രി ഞാൻ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിന്റെ പരിപാടിയിൽ കയറുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തില്ല, അദ്ദേഹം ചെന്നൈയിലാണ്, മറ്റു പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത്. അതുകൊണ്ടാണ് ഒന്നിച്ചേക്ക് തന്നെ പെട്ടെന്ന് എന്റെ പ്രതികരണം. അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാട്ടുകയോ അല്ല. നമുക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തു പോയത്. സിദ്ദിഖിൻ്റെ സംസാരം കേൾക്കുമ്പോൾ 2-3 ദിവസത്തെ സമയം എടുത്തിട്ട് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിച്ച് വന്നതുപോലെയുണ്ട്. അതുപോലെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് 4 ദിവസം കഴിഞ്ഞാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ട് ഒരു പ്രതികരണം വരുന്നത്. അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിലായിരുന്നു. പിന്നെ ഇവരെല്ലാം തന്നെ ഒരു ഷോയുടെ റിഹേഴ്സലിലായിരുന്നു എന്നും ഒക്കെ. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വൈകിയതിന് ജഗദീഷ് പറയുന്ന കാരണം കേട്ടു നോക്കാം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്തമല്ലേ. ഇപ്പൊ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവര് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രമുഖർക്കെതിരെയുള്ള ആരോപണം ഇങ്ങനെ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് സിദ്ദിഖ് പറയുന്നത്. അതിന് ജഗദീഷ് എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് വരാം. അതിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്. ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഇതിനെ ഒരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല. അത് അവിടെയൊക്കെ നടക്കുന്നു, ആ വ്യവസായത്തിൽ നടക്കുന്നു, ഓഫീസുകളിൽ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു മറുപടിയാണ് ഇവിടെ ജഗദീഷ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ജഗദീഷ് മറുപടി കൊടുക്കുന്നത്. ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം, സിദ്ദിഖ് പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ ജഗദീഷ് പത്രപ്രവർത്തകരെ വീട്ടിൽ വരുത്തി സമ്മേളനം നടത്താൻ ഒരുങ്ങുകയായിരുന്നു. സിദ്ദിഖ് പറഞ്ഞ് തീരുന്നത് വരെ ജഗദീഷ് പത്രക്കാരെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിദ്ദിഖിൻ്റെ പ്രതികരണം മുഴുവനും കേട്ട് കഴിഞ്ഞിട്ടാണ് ജഗദീഷ് പ്രതികരണം തുടങ്ങിയത്. എന്തായാലും ആരോപണത്തിനിരയായവർ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്ന ഒറ്റ ഡയലോഗിൽ തന്നെ ജഗദീഷ് കയ്യടി വാങ്ങി. എല്ലാവരുടെയും പേരുകൾ പുറത്തു വരുമ്പോൾ സ്വന്തം പേര് അതിൽ ഉണ്ടാവില്ല എന്ന പൂർണ്ണ കോൺഫിഡൻസ് ജഗദീഷിൻ്റെ സംസാരത്തിലുണ്ട്. ഇനി റിപ്പോർട്ട് പുറത്തു വന്നതിനെ കുറിച്ചിട്ട് 2 പേരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാം. റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല. റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് പുറത്തു വിടുന്നത് എങ്ങനെയെങ്കിലും റിപ്പോർട്ട് വരാതിരുന്നാൽ അത്രയും നല്ലത് എന്ന പ്രാർത്ഥനകളായിരിക്കും കൂടുതൽ പേർക്കും. ഇനി നമുക്കിതിൻ്റെ ജഗദീഷിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം
അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും 5 വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല, അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ട്. റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കാം എന്നാണ് ജഗദീഷിൻ്റെ പ്രതികരണം. ഇതിനൊരു പരിഹാരം വേണമെന്ന് ആത്മാർത്ഥമായി തോന്നുന്ന ഒരാൾക്ക് ഇങ്ങനെ പ്രതികരിക്കുവാനായിട്ട് കഴിയും. അടുത്തത് വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വിടുന്നതിനെ കുറിച്ചിട്ടാണ്. അമ്മയുടെ കൈകൾ വിശുദ്ധമാണെങ്കിൽ പേരുകൾ പുറത്തു വരാൻ കോടതിയെ സമീപിക്കുവാൻ ധൈര്യമുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി കേൾക്കാം. എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ സംസാരിക്കേണ്ടത്, ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി, ഇൻഡസ്ട്രിക്ക് വേണ്ടി. പേരുകൾ പുറത്തുവിടാത്തിടത്തോളം ജനങ്ങൾ എല്ലാവരെയും സംശയിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല പരിഹാരമായിരുന്നു കോടതിയിൽ വേട്ടക്കാരുടെ പേര് പുറത്തു കൊണ്ടുവരുവാൻ ഒരു ഹർജി കൊടുക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആളുകളുടെ പേര് പുറത്തു വന്നാൽ എല്ലാവരുടെയും സംശയങ്ങൾ നീങ്ങുകയും ചെയ്യും. മാധ്യമപ്രവർത്തകർ അങ്ങനെ മണ്ടന്മാരല്ല. അവർക്കറിയാം ചോദിച്ചാൽ ഇവർ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കുകയുള്ളൂ എന്ന്. എന്നാലും മാധ്യമങ്ങൾ ജോമോനോട് ഒരു ചോദ്യം ചോദിച്ചു, അതുകൂടി നമ്മൾക്ക് കാണാം. സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ? കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ? ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എന്താ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞത്. ഇപ്പം ആരും ഇങ്ങോട്ട് പറയുന്ന കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസ് കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ഞാൻ ഒരുപക്ഷെ ജോമോളിന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണില്ല. പക്ഷേ ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതല്ല ഇവിടുത്തെ ഉദ്ദേശം. അമ്മയുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കേണ്ടത് ഇവരുടെയൊക്കെ ഒരു കടമയാണ്. ഇവരൊക്കെ ഭാഗമായിട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. ആ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം അതിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയിൽ വന്ന് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ന്യായമായും അവരെ കൂടി റെസ്പെക്റ്റ് ചെയ്ത് വേണം സംസാരിക്കുവാൻ. പക്ഷേ ഇവിടെ ജോമോള് പറയുന്നത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നാണ്. ഇതിൽ ഉദാഹരണമായി പറയുന്നത് പാർവതിക്ക് സിനിമ കുറഞ്ഞ കാര്യത്തെ പറ്റിയാണ്. ഒരുപാട് ഹിറ്റുകൾക്ക് ശേഷം അവാർഡുമൊക്കെ കിട്ടി, ഇനി എനിക്കും സിനിമയിൽ വേഷം കിട്ടാതായി എന്നൊക്കെ ജോമോള് പറയുന്നുണ്ട്. അതുകൊണ്ട് പാർവതിയെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതല്ല, സ്വാഭാവികമായിട്ടും സിനിമ ലഭിക്കാത്തതാണെന്നാണ് ജോമോള് പറയുന്നത്. ഇത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. കാരണം ജോമോൾ സിനിമയിൽ നിന്നും സ്വയം വിട്ടുനിന്നതാണ്. പക്ഷേ പാർവതി നല്ല രീതിയിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സിനിമ ഇല്ലാതായി തീർന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അധികം കാര്യങ്ങൾ ചുറ്റിലും ഇത് വിഷയമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങളെല്ലാം ഇനിയും അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എടുത്തു കാണിക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും നാളെ നമ്മൾക്ക് കാണാം.